നമ്മുടെ ഇത് ഈ പരുവായ ഈ കളർ ഒരു ഗോൾഡൻ കളർ ഇത് ആകുമ്പോഴത്തേനും ഇടുമ്പോ തീരുന്നേ കുറുനരി മോഷ്ടിക്കാൻ വരുന്നുണ്ട്. ചൂടാണേ. അതെ ഇപ്പൊ ഇതിനകത്ത് പോയി കഴിയിട്ട് എന്റെ കൈ കൊണ്ടുവരും. എന്നാ പരിപാടി എന്നറിയോ? ഇല്ല. അറിയാത്തോണ്ടല്ലേ ചോദിച്ചെന്നല്ലേ. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിന് ഏത്തക്ക വറക്കുകയും ചക്ക വറക്കുകയൊക്കെ ചെയ്യുമല്ലേ എന്ന് പറഞ്ഞ പോലെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കളിയടയ്ക്ക. കളിയടയ്ക്ക എന്നാണ് ഇതിന്റെ പേര്. ഇതുണ്ടാക്കുന്ന അരിപ്പൊടി വെച്ചാ നമ്മൾ അപ്പത്തിന്റെ ഇടിയപ്പത്തിന്റെ ഒക്കെ പൊടിയാ. ഈ അരിപ്പൊടിക്കകത്തോട്ട് നമ്മള് കുറച്ച് എള്ളും കുറച്ച് ജീരകവും കൂടെ ഇടും. പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഇടും. പിടിയല്ല, പിടി ഇങ്ങനെ ഞാൻ ചെറുതായിട്ട് ഉരുട്ടിയിട്ട് തേങ്ങാപ്പാല് വേവിച്ച് തരുമല്ലേ പിടി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതുണ്ടാക്കിയിട്ട് നമ്മൾ ഇത് എണ്ണയ്ക്കകത്ത് വറുത്ത് പോരും. ഇത് തേങ്ങ ചുരണ്ടിയതേ. ഈ തേങ്ങയും ജീരകവും എല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് ചതച്ച് വേണമെങ്കിലും ഇടാം, ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ ഒരു കുറച്ച് ഉപ്പും കൂടി. ഇനി ഇത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. നീ കഴിച്ചിട്ടില്ലേടാ? നീ മറന്നു പോയതായിരിക്കും. അല്ല, കഴിച്ചിട്ടുണ്ട്, നീ മറന്നു പോയിട്ടാ. പേരാദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് തിളച്ച വെള്ളം, നന്നായിട്ട് തിളച്ച വെള്ളമാണേ, ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവൊക്കെ കുഴച്ച് നല്ല സ്പോഞ്ച് പോലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ പണിയുണ്ട്. അതിന് എല്ലാവരുടെയും സഹായം എനിക്ക് ആവശ്യമുണ്ട്. ബോളാക്കാനായിരിക്കും. ചെറിയ ബോളാക്കണം. അപ്പൊ എല്ലാരും ഓടിവാ. ഓക്കേ. ഇത് കളിയടയ്ക്കാന്നാണ് അമ്മ പറഞ്ഞത്. ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്, അടുത്ത കാലത്തൊന്നും ഉണ്ടാക്കിയിരുന്നു. നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കണം. എന്ത് എല്ലാരും ഇവിടെ ഉണ്ട്, വിളിക്കാം. ഇത്രയോ ഈ വലിപ്പം മതി. അതും വലിപ്പം കൂടുതലല്ലേ? ഇച്ചിരിയും കൂടി കുറച്ചേ മതി. അരേ ബംഗാളീസ് ജൽദി പിടിയാക്ക് വരുന്നത് നല്ലതായിരുന്നല്ലേ? എന്തായാലും ഇത്ര ആയില്ലേ? എങ്കിൽ ഇന്ന് പിടിയാക്കിയേക്കാം. ചിക്കൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അയ്യോ, ബുദ്ധിമുട്ടാവുകയല്ലേ? രാത്രി 10 മണി ആയതേ ഉള്ളൂ. സാരമില്ല. വൈകുന്നേരം ഇത്രയും കാടമുട്ട പിടിക്കും. എന്റെ കളിയടയ്ക്ക് എടുത്തോണ്ട് പോയേക്കരുത്. കാടമുട്ട പോലെ തന്നെ എന്താണെന്നറിയോ? ഞാനവിടെ ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്ന കാടമുട്ട എല്ലാം കൂടെ പുഴുങ്ങി വെച്ചേക്കുമായിരിക്കും. അത് ഇന്നലെ ഒരു കള്ളൻ എടുത്ത് ബുൾസൈ അടിച്ചായിരുന്നു. അത് പ്രോട്ടീൻ കുറവാണല്ലോ. ഇന്ന് ചൂടായില്ലേടാ? പോയോ? ഇല്ല, ഇടുവാണേ. മഞ്ഞ കളർ ആവുമോ? ഇത് വറുത്ത് പോരുമ്പോ ഒരു ഗോൾഡൻ കളറൊക്കെ പോലെ വരും. കൊള്ളാല്ലേ? നല്ല പരിപാടിയാ. ഇതൊക്കെ ഉണ്ടാക്കി തിന്നിട്ടുണ്ടോ ചമ്മച്ചി? ഓണത്തിന് അമ്മ പറയുന്നത് ഇത് ഓണത്തിന്റെ വിഭവമാണ് അല്ലേ? ഞാൻ ഇതുവരെ ഒരു ഓണത്തിനും കണ്ടിട്ടില്ല. ഇപ്പൊ വേറെ കാര്യമുണ്ട്. നീ ഇപ്പൊ എത്ര ഓണമായി? 14 ഞാൻ അച്ചമ്മച്ചിയോട് ചോദിച്ചു. അച്ചമ്മച്ചി 70 ഓണം ഉണ്ടായില്ലേ? എന്നിട്ടും കണ്ടിട്ടില്ല. അച്ചമ്മച്ചി കണ്ടിട്ടില്ല. അച്ചമ്മച്ചി കണ്ടിട്ടൊക്കെ ഉണ്ട്, ഉണ്ടാക്കി തിന്നിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ടില്ല, തിന്നിട്ടുണ്ട്. ചിപ്സ് വാരി തിന്നോണ്ടിരിക്കുകയാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചിപ്സ് ഇടയ്ക്കിടയ്ക്ക് വാരി തിന്നുന്നു. എനിക്ക് ഷുഗർ ഒന്നും ഇല്ലെന്ന്. എനിക്ക് ഷുഗർ ഇല്ല. വേറെ പോയിട്ടുണ്ട്, ജീവിച്ചിരിക്കുമ്പോഴേ തിന്നാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത് ശരിയല്ലേ? അതൊരു പോയിന്റ് ആണ്. എന്നാ വാരി തിന്നു. പിന്നല്ല, ഞാനേ
പഞ്ചസാര ഇട്ട് കാപ്പി കുടിക്കുന്നെന്നും പറഞ്ഞവൻ എന്നോട് ഭയങ്കര വഴക്കാണേ. ഞാൻ ചോദിച്ചടാ ഷുഗർ പിടിച്ചാ പിന്നെ കുടിക്കാൻ പറ്റുമോ? അത് ഇല്ലല്ലോ. അത് കൊള്ളാം. അപ്പൊ ഷുഗർ മാത്രം ഉപയോഗിക്കണ്ട, ബാക്കിയെല്ലാം കഴിച്ചു അല്ലേ? നമ്മുടെ ഇത് ഈ പരുവമായ ഈ കളർ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും ഇടുമ്പോ തീരുന്നേ കുറുനരി മോഷ്ടിക്കാൻ വരുന്നുണ്ട്. ചൂടാണേ. അതെ അതെ, ഇപ്പൊ ഇതിനകത്ത് പോയി കഴിയിട്ട് എന്റെ കൈ കൊണ്ടുവരും. ഉണങ്ങി പോയാലുള്ള സംഭവം എന്നാന്നറിയോ? കടിച്ചാ പൊട്ടുവല. കറക്റ്റ് പരുവത്തില് കാണാൻ കൊള്ളാലോ എടുക്കണം. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ അറിയായിരുന്നല്ലേ? അതെ അതെ വിചാരിച്ചേക്കുന്ന എന്നെ കുറിച്ച്. ഇതൊക്കെ അറിയാവുന്നോണ്ട് നമുക്ക് കയ്യും കഴുകി ഇരുന്നാ മതിയല്ലോ. ഇതെന്നാന്നറിയോ? ഓണത്തിന് ഞങ്ങള് നേരത്തെ വെല്ലുമ്മച്ചിയുടെ അടുത്ത് ചെല്ലുമ്പം അവിടെ വലിയൊരു പാലും പാത്രമുണ്ട്. പണ്ടത്തെ സ്റ്റീലിന്റെ പാലും പാത്രം ഇല്ലേ? പാല് കൊണ്ടുപോകുന്ന തൂക്കുപാത്രം വലുത്. ആ പാത്രത്തിനകത്ത് നിറയെ ഏത്തക്ക വറുത്തതും ചക്ക വറുത്തതും ഈ സാധനം കൂടെ ഉണ്ടാക്കി നിറച്ചു വെച്ചേക്കും. ഓണത്തിനുള്ള സ്പെഷ്യലാ അത്. ഓണത്തിന് ഒരാഴ്ച മുമ്പേ വറുത്ത് റെഡിയാക്കി വെച്ചേക്കും. പകുതി നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ളതാ. ഞങ്ങൾ ഓണത്തിന് ചെല്ലുവല്ലേ, ചെന്നിട്ട് പോരുമ്പോ പകുതി നമുക്ക് അന്നേരം അവിടെ ഇരുന്ന് ഓണം ആഘോഷിക്കാനുള്ളത്. ചൂട് തണുക്കണ ഇച്ചിരി നേരം എടുക്കും അത്. പിന്നെ എണ്ണക്കകത്ത് പൊരിച്ച വെള്ളത്തിൽ നിന്ന് എടുത്തു വെച്ചതല്ല. ആദ്യം കോരിയത് മുഴുവൻ തീർന്നു. ഇതും കൂടെ ഉള്ളൂ. ഇതും കൂടെ ഉള്ളു. ഞാനേ നിങ്ങക്ക് ഇഷ്ടപ്പെടുവോന്ന് അറിയാത്തത് കൊണ്ട് കുറച്ചുണ്ടാക്കി നോക്കിയതാ. ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളായതുകൊണ്ട് ശരിയാകുമോന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പക്ഷെ സാധനം ഇവിടെയും കുറുനരിയുണ്ട്. ഞാൻ ഒന്നിച്ചെടുത്തില്ല, ഇടയ്ക്ക് കൂടെ ചെന്നേക്കുള്ളൂ. ഇത് ഇപ്പൊ പറ്റിയതാട്ടോ. അതിന്റെ അടിയിൽ ഒരു 3-4 ഉണ്ടായിരുന്നു. കട്ടിയാകുന്നുണ്ട്. ഇല്ല, തണുത്ത ചേർത്തേന് ഇത് നമ്മള് തീ കുറഞ്ഞ് കിടന്ന് വെന്താലേ ഇതിന്റെ ഉള്ളു വേകുള്ളൂ. അല്ലെങ്കിൽ കട്ടിയായി പോയാൽ ഭയങ്കര കടിക്കാൻ പാടായിരിക്കും. ചൂടുണ്ടേ, നല്ല ചൂടല്ലേ? കളിയടക്കായി എന്നാ കറി? ഇത് കറി കൊണ്ടല്ല, നമ്മുടെ ഉപ്പേരി. ഉപ്പേരിയുടെ കൂട്ടത്തിൽ ചുമ്മാ വാരിയും കിട്ടും. നല്ല കടുങ്കാപ്പി. കടുങ്കാപ്പി ചേരും കേട്ടോ. ഞങ്ങൾ ഇന്നുണ്ടല്ലോ, ഇന്നലെ നമ്മൾ ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ട് അരി വറുത്ത് പൊടിച്ചില്ലായിരുന്നോ? അപ്പം വറുത്തത് കൂട്ട് കുറച്ച് അരി ഞങ്ങൾ എടുത്ത് വെച്ചായിരുന്നു. എന്നിട്ട് കടിഞ്ചായ വെച്ചിട്ട് കടിഞ്ചായക്കകത്ത് ഈ അരിയും കൂടെ ഇട്ട് ഞാനും കുഞ്ഞുങ്ങളെ വിളിച്ചു. നമുക്ക് തന്നില്ലടാ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഒരു സൂത്രമ്മേടെ വരാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ ചായ എടുത്തു. അതിന്റെ അകത്തോട്ട് എന്നോട് പറഞ്ഞ് ശർക്കര വരട്ടിക്ക് അരിയില്ലേ അതെടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ എടുത്തോണ്ട് വന്നപ്പം ഒരൊറ്റ ഇടിയിലിട്ട് അതിന്റെ അകത്തോട്ട്. നല്ലതായിരുന്നോ? നല്ലതായിരുന്നു. അമ്മ ഈയിടെ ആയിട്ട് അമ്മ ചെറുതായിരുന്നപ്പോ ഉള്ള റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പഴാ ഓർമ്മയൊക്കെ വെല്ലുമിച്ചുണ്ടായിരുന്നു ഉണ്ടാക്കി കൊടുത്തതാ. അതെല്ലാം ഉണ്ട്. ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങള് കളിയാക്കിങ്കിലോ എന്ന് പറയാം. അറിയാവുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അറിയത്തുള്ളൂ അല്ലേ? നല്ല രസമുണ്ട്. നല്ല രസമുണ്ടെന്ന് പറയട്ടെ. ഞാൻ 2 കൂടെ തിന്നു. സൂപ്പർ. നല്ലൊരു കാര്യമാണ്. ഇനി അകത്ത് ചേരുന്ന തന്നെയൊക്കെയാ തേങ്ങ, ജീരകം, എള്ള്. അപ്പൊ അതിൻ്റെതായ ടേസ്റ്റ് വരും. അഭിപ്രായം ഒന്നും പറയാതിരിക്കുന്ന പ്രോട്ടീൻ എള്ളുണ്ടാ. എള്ളിനകത്ത് ഭയങ്കര പ്രോട്ടീൻ. കൊള്ളാം, നല്ല ചൂടുണ്ട്. ഇതിന്റെ അടി 3-4 തണുക്കാണ് അല്ലേ? എനിക്കിഷ്ടം ഇതിന്റെ കൂടെ നല്ല കടുങ്കാപ്പി. സൂപ്പറാ. അപ്പൊ ഇനി ഇത് നെല്ലിക്കാ പുഴുങ്ങിനാന്ന് പറയാം. നമ്മളെ ഈ കളിയിടയ്ക്ക് നിന്നുകൊണ്ടിരുന്ന പരിപാടി നടക്കത്തില്ല. കുറെ ചമ്മന്തിപ്പൊടിയെല്ലാം വായിക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് പാക്കിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. അല്ല, ഇന്നിപ്പോ പാക്ക് ചെയ്ത് വെച്ചാൽ നാളെ അയക്കാൻ പറ്റും. അല്ല, എന്നാലും പണി തീർത്ത് വെക്കുകയാണെങ്കിലേ നാളെ വേറെ പണി.
ആഹാ, പണി തരുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ല വണ്ടി കണക്കിന് ലോറി കണക്കിന് പണി വന്നു തീരുന്നതനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. നാളെ എന്റെ ഇതിന് മാത്രം പറ്റി പണിയുള്ള. അല്ല പണിയൊക്കെ തീരാണ്ട് ഇനിയുണ്ട് 2-3 ദിവസമൊക്കെ പണിയുണ്ട്. എന്നാ പറ്റി? അപ്പൊ ഓണത്തിന് അവധിയൊന്നും ഇല്ലേ? ഓണത്തിനോ? ശമ്പളമില്ല പിന്നെ അല്ലേ അവധി. ശമ്പളം ഇല്ലെങ്കിൽ ഇവിടെ പൂട്ടി. അത് കൊള്ളാം. ശമ്പളം കിട്ടുന്ന പണിക്കാൻ പോകുന്നുള്ളൂ. ആദ്യം കമ്പനി ഒന്ന് ഗ്രോത്ത് ആയി വരട്ടെ, അത് കഴിയുമ്പോൾ ശമ്പളം തരും. അപ്പം മുൻകാല പ്രാബല്യത്തോടെയോ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള കുടിശ്ശിക വർധന പക്ഷെ ആദ്യം നമ്മളൊന്ന് റെഡിയായി സെറ്റപ്പായി വരണം. വെച്ച് പിടിച്ച് വരണമായിരിക്കും. അപ്പൊ എന്നാ കഴിച്ചേക്കല്ലേ? പിന്നെ കോപ്പിക്ക് ചോറ് വേണ്ടേ? മീൻ മാത്രം മതിയോ? നല്ല കിരിയാൻ ഫ്രൈ അല്ലേ? നല്ല കിരിയാനായിരുന്നു. നല്ല അടിപൊളി കിരിയാനായിരുന്നു കേട്ടോ. കിരിയാൻ ഫ്രൈ, കിരിയാൻ കറി, പാവയ്ക്ക തോരൻ, കുറച്ച് മുളകരച്ചതും, രാവിലത്തെ അപ്പം ഉണ്ടായിരുന്നു ഒരെണ്ണം. ഇതെല്ലാം കൂടെ വൈകുന്നേരമാണോ? ഒരെണ്ണം ഇരുന്നതാ ബാക്കി. അപ്പം ഊണ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പാക്കിങ്ങിലോട്ട് പോയേക്കാം അല്ലേ? പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.